ഇവിടെ നിന്നാണ് തട്ടേക്കാടിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. താഴത്തേക്ക് ഭൂതത്താൻകെട്ട് സ്ഥലമാണ് കേട്ടോ. താഴെ പോവുകയാണെങ്കിൽ ഭൂതത്താൻകെട്ട്, അത് വേറെ റൂട്ടാണ്. പുന്നേക്കാട് നിന്ന് തിരിഞ്ഞ് പോകണം ഭൂതത്താൻകെട്ടിന്. അപ്പോൾ വളരെ രസമുള്ള സ്ഥലമാണ്, നിങ്ങളെല്ലാം വന്ന് കാണുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ട് ചേർന്ന് പുഴയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടോ പുഴയാണ്, പെരിയാർ. തട്ടേക്കാടാണ് സ്ഥലം, പെരിയാർ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് ചേലമല. രാജാക്കന്മാരുടെ കോട്ടയൊക്കെയുള്ള സ്ഥലമായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് പോകാൻ സാധാരണ ആളുകൾക്ക് പറ്റില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുവാദം മേടിച്ചാലാണ് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. ഇതാണ് ബന്ധപ്പെട്ട സ്ഥലം. ഇത് പാലമാണ്. തട്ടേക്കാട് വരിക, ഒത്തിരി നല്ല സീനറി, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കാണാൻ. അവിടെ കുറേ ചേട്ടന്മാർ ടൂർ വന്നിട്ടുണ്ട്, സ്ഥലം കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇവിടെ ആസ്വദിക്കുകയാണ് ടൂർ. പുഴയോട് ചേർന്നിട്ടുള്ള ഭയങ്കര വനമാണ് കേട്ടോ. കാട്ടാനൊക്കെ ഉണ്ട്, കാട്ടിക്കൂടെ ഒന്നും കയറി ചെല്ലണ്ട. അല്ലാത്ത ഭാഗങ്ങളുണ്ട്, കാണാനുള്ള രസിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് പക്ഷി സങ്കേതമാണ്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ഇവിടെ കുറേ ചേട്ടന്മാർ എല്ലാവരും വന്നിട്ടുണ്ട്. ഉണ്ടോ, പാർക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് തട്ടേക്കാട്. കോതമംഗലത്ത് നിന്ന് 12 കിലോമീറ്റർ ഉള്ളൂ. ഹായ് ഗൈസ്, തട്ടേക്കാട് മഹാദേവ ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രമാണിത്. വളരെ പുരാതനകാലത്തുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. ഇവിടെയാണ് ആയില്യത്തിന് പാമ്പ് തട്ടേക്കാട് വനത്ത് നിന്ന്, എന്ന് വെച്ചാൽ ഇതാണ് ചേലമല. ഈ മലയിൽ നിന്ന് പാമ്പ് പുഴ വട്ടം കടന്ന് ഈ ക്ഷേത്രത്തിലാണ് വരുന്നത്. ആയില്യത്തിന് വളരെ ഫേമസ് ആയുള്ള സ്ഥലമാണിത്. ഈ സർപ്പദോഷമുള്ളവർക്കൊക്കെ ഇവിടെ വരാം. ഈ ക്ഷേത്രത്തിൽ വന്ന് മൂറും പാലും കഴിക്കുവാണെങ്കിൽ സർപ്പദോഷത്തിൽ നിന്ന് വിമോചനം ഉണ്ടാവും. വളരെ ഭംഗിയുള്ള ക്ഷേത്രമാണ്. തട്ടേക്കാട് പുഴയുടെ സമീപമാണ്, ഉണ്ടോ, തൊട്ടടുത്ത് പുഴയാണ്. പുഴയുടെ സമീപമാണ് ഈ സ്ഥലമുള്ളത്. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ പക്ഷി സങ്കേതമാണ്. കണ്ടോ, പക്ഷി സങ്കേതമാണ്. പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് നേരെ ഓപ്പോസിറ്റ്. ഇതാണ്, കുറേ കാണാനൊക്കെ ഉണ്ട്. പിന്നെ റിസോർട്ടെല്ലാം ഉണ്ട്, നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഉള്ള സ്ഥലമാണ് തട്ടേക്കാട്. ഇവിടെ വരികയാണെങ്കിൽ
കാണാൻ പറ്റും. ഓക്കെ, നല്ല വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ കാര്യസാധ്യത എല്ലാം ഉണ്ടാവും ഇവിടെ വരുവാണെങ്കിൽ. ഹായ് ഗൈസ്, ഇത് നമ്മുടെ തട്ടേക്കാടിൻ്റെ താഴ്ഭാഗത്ത് എന്ന് വെച്ചാൽ കുട്ടമ്പഴയ്ക്ക് പോകുന്ന വഴി. അവിടെ ഇങ്ങനെ വാട്ടർ ലെവലാട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല സ്ഥലമാണ് കാണാൻ. കുറേ ചേട്ടന്മാർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. ചൂണ്ട ഇടുന്ന ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രി. തൊട്ടടുത്ത് ഷാപ്പൊക്കെ ഉണ്ട്, കല്ല് ഷാപ്പാണ് ഉള്ളത്. ഷാപ്പുണ്ട്, പിന്നെ ജാതി തോട്ടവും, അങ്ങനെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഈ ഭാഗങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല സീനറീസ് എല്ലാം കാണാം, ആസ്വദിക്കാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. കോതമംഗലത്ത് തട്ടേക്കാട് വന്നാൽ മതി. ഓക്കെ.